അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ അവസാനത്തെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് വഫിഖ്, യോജിപ്പിക്കാനാണ്. ഇവിടെ ബോക്സിൽ ഉത്തരങ്ങളുണ്ട്. ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് തമന്നിൽ മൗത്തി ലിദുരിൻ, വല്ല ബുദ്ധിമുട്ടോ പ്രയാസോ വരുമ്പോ ആ ബുദ്ധിമുട്ട് വന്നതിന് വേണ്ടി മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത്. എന്താണ് അതിന്റെ വിധി? ഇവിടെ ഈ ബോക്സിൽ അതിന്റെ ഉത്തരമുണ്ട്. ഏതാണ്? കറാഹത്തുൻ, കറാഹത്താണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അത് കറാഹത്താണ്. ഇനി രണ്ടാമത്തത് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ എത്രയാണ്? സിത്തുൻ, 6 എണ്ണമാണ്. നമ്മൾ രണ്ടാമത്തെ പാഠം ഇയാദത്തുൽ മരീൽ എന്നുള്ള പാഠത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഏതെല്ലാമാണ്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യണം? സലാം പറയണം. വഇദാ ദഅാക ഫഅജിബുഹു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. വഇദാ സ്തൻസഹക ഫൻസഹ് ലഹു, ഉപദേശം തേടിയാൽ നല്ല ഉപദേശം കൊടുക്കണം. വഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിത്ഹു, തുമ്മിയിട്ട് അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇർഹമുകല്ലാഹ് എന്ന് പറയണം. വഇദാ മരിള ഫഉദുഹു, രോഗിയായാൽ സന്ദർശിക്കണം. വഇദാ മാത ഫഅത്ബഉഹു, മരണപ്പെട്ടാൽ ജനാസയെ അനുഗമിക്കണം. ഇതൊക്കെയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ. അപ്പോൾ 6 കാര്യങ്ങളാണ്. ഇനി അടുത്തത് യൽസമു ഫിൽ മയ്യിത്തിൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മയ്യത്തിന്റെ മേൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ എത്രയാണ്? അർബഅതു അഷിയാ, 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഏതൊക്കെയാണ്? ആ മയ്യത്തിനെ കുളിപ്പിക്കണം, അതുപോലെ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കണം, പിന്നെ മയ്യത്തിനെ മറമാടണം, മയ്യത്തിനെ കഫൻ ചെയ്യണം. ഇങ്ങനെ 4 കാര്യങ്ങൾ നിർബന്ധമാകും. ഇനി നാലാമത്തത് മസ്സു ഔറത്തിൽ മയ്യത്തി ബിലാ ഹായിലിൻ, ഒരു മറയുമില്ലാതെ മയ്യത്തിന്റെ ഔറത്ത് തൊടുക എന്നുള്ളത് ഹറാമുൻ, അത് ഹറാമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറയോടുകൂടെയാണ് തൊടേണ്ടത്. ഇനി അൽ അഫ്ളലു ഫിൽ കഫൻ, കഫൻ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത് ഏതാണ്? അൽ ഖുതുനുൽ അബിയദു, അൽ ഖുതുനുൽ അബിയദു, വെള്ള കോട്ടൺ തുണിയാണ് ഏറ്റവും അഫ്ളൽ. അർക്കാനു സ്വലാത്തി അൽ മയ്യത്തി, മയ്യത്ത് നിസ്കാരത്തിന്റെ റുക്നുകൾ എത്രയാണ്? സബ്അത്തുൻ, 7 എണ്ണമാണ്. അഖല്ലു ദുആഇ അലൽ മയ്യത്തി, മയ്യത്തിന്റെ മേലിലുള്ള ഏറ്റവും ചുരുങ്ങിയ ദുആ ഏതാണ്? അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുവേ മയ്യത്തിനേക്ക് നീ പുറത്തു കൊടുക്കണേ എന്നുള്ള അല്ലാഹുമ്മഗ്ഫിർ ലഹു എന്നുള്ളതാണ് ഏറ്റവും ചെറിയ ദുആ. നമ്മൾ മയ്യത്ത് നിസ്കാരത്തിൽ 3ാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ദുആ ഉണ്ടല്ലോ, നീണ്ട ദുആ. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു എന്ന് തുടങ്ങിയുള്ള ദീർഘമായ ദുആ നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് പഠിച്ചിരിക്കണം. മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം കൃത്യമായി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഏറ്റവും ചുരുങ്ങിയ ദുആ ആണ് ഇവിടെ ചോദിച്ചത്, അല്ലാഹുമ്മഗ്ഫിർ ലഹു എന്നുള്ളത്. ഇനി അടുത്തത് ഉഖ്തുബിസ്നൈൻ, 2 എണ്ണം വീതം എഴുതാം. ഷുറൂത്തു സ്വലാത്തിൽ മയ്യത്തി, മയ്യത്ത് നിസ്കാരത്തിന്റെ 2 ഷർത്തുകൾ. ഒന്ന് തഖദ്ദുമി തുഹ്രിൽ മയ്യത്തി, മയ്യത്തിന്റെ ശുദ്ധിയെ മുന്തിക്കുക, എന്ന് വെച്ചാൽ മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് അദമു തഖദ്ദുമി അലൽ മയ്യത്തിൽ ഹാദിരി, ഹാജറായ മയ്യത്തിനേക്കാൾ മുന്താൻ പാടില്ല. അപ്പൊ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ പിറകിലാണ് നിൽക്കേണ്ടത്, മയ്യത്തിന് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ നിൽക്കാൻ പാടില്ല. രണ്ടാമത്തത് മിന സദഖത്തിൽ മയ്യത്തി, മയ്യത്തിന് വേണ്ടിയുള്ള സദഖ, മയ്യത്തിന്റെ മേലിൽ നമ്മൾ സദഖ ചെയ്യുക. അത് ഏതെല്ലാം പറ്റും? ഒന്ന് വഖഫ് മുസഹഫിൻ, മുസഹഫ് വഖഫ് ചെയ്യുക, മുസഹഫ് വഖഫ് ചെയ്യുക. അതുപോലെ വബിനാഉ മസ്ജിദിൻ, പള്ളി ഉണ്ടാക്കുക. അതുപോലെ ഹഫറു ബിഇരിൻ, കിണർ കുഴിക്കുക. വറസു ഷജരിൻ, മരം നട്ടുപിടിപ്പിക്കുക. ഇതെല്ലാം മയ്യത്തിന്റെ മേലിൽ ചെയ്യാൻ പറ്റുന്ന സദഖകളാണ്. ഇനി മൂന്നാമത്തത് മാ യുസ്തഹബ്ബു ഇൻദ ദബിഹി, അറുക്കുന്ന സമയത്ത് എന്തെല്ലാം സുന്നത്താണ്? ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. വ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിക്കൽ, ഖിബ്ലയിലേക്ക് തിരിച്ചു കടത്തൽ, ഇതൊക്കെ സുന്നത്താണ്. ഇനി നാലാമത്തത് തുസ്തഹബ്ബു ഫിൽ അഖീഖത്തി ഉമൂറുൻ, അഖീഖ അറുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ സുന്നത്താണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് അൻ യഖൂല ഇൻദ ദബിഹിഹ, അറുക്കുന്ന സമയത്ത് പറയലാണ് അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഹാദിഹി അഖീഖത്തു ഫുലാൻ എന്ന് പറയൽ സുന്നത്താണ്.
അതുപോലെ ദബുഹുഹ ഇൻദ തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അറുക്കലാണ് സുന്നത്ത്. പിന്നെയോ ഹൽഖു റഅസിൽ മൗലൂദി ബഅദ ദബിഹി, അറവിന് ശേഷം കുട്ടിയുടെ തലമുടി നീക്കം ചെയ്യൽ, അത് ഹൽഖ് ചെയ്യൽ ഒക്കെ സുന്നത്താണ്. ഇനി അടുത്തത് അജീബ്, ഉത്തരം എഴുതുക. സുൻഉ തആമി ലിഅഹ്ലിൽ മയ്യിത്തി സുന്നത്തുൽ ലിമൻ, മയ്യത്തിന്റെ അഹ്ലുകാർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കൽ അത് സുന്നത്താണ്. ആർക്ക്? ഒരു വീട്ടിൽ മരണം നടന്നു, ആ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ്. ആർക്ക്? ലി ജീറാനി അഹ്ലിൽ മയ്യിത്ത്, ലി ജീറാനി അഹ്ലിൽ മയ്യിത്ത്, ആ മയ്യത്തിന്റെ അയൽവാസികൾ. അതുപോലെ വലി അഖാരിബിഹിൽ അബാഇദ്, അടുത്ത കുടുംബക്കാർ, അവർക്കൊക്കെ ഈ വീട്ടുകാർക്കുള്ള, ഈ മയ്യത്തിന്റെ അഹ്ലുകാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കൽ സുന്നത്താണ്. ഇനി അടുത്തത് അഷ്ഷഹീദു മൻ, ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ മൻ ഖുതില ഫീ ഖിതാലിൽ കുഫാർ, കാഫിരീങ്ങളോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാണ് ഷഹീദ് എന്ന് പറയുക. വമൻ നദറ സ്വലാത്തൻ മാദാ യജിബു അലൈഹി, ഒരാളെ നിസ്കാരം നേർച്ചയാക്കി, അങ്ങനെയാണെങ്കിൽ മാദാ യജിബു അലൈഹി, എന്താണ് അയാളെ മേൽ നിർബന്ധമാവുക? യജിബു റകഅതാനി ബിഖിയാമി ഖാദിരിൻ, നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിൽ 2 റകഅത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഒരാൾ ജസ്റ്റ് ഞാൻ നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാളെ മേൽ എന്ത് നിർബന്ധമാകും? 2 റകഅത്ത് നിസ്കരിക്കൽ നിർബന്ധമാകും. ഇനി നാലാമത്തത് അൽ വദ്ജാനി മാഹുമ, എന്താണ് വദ്ജാൻ എന്ന് പറഞ്ഞാല്? കഴുത്തിന്റെ 2 ഭാഗത്തുമുള്ള 2 ഞരമ്പുകൾക്കാണ് വദ്ജാൻ എന്ന് പറയുക. ഇർഖാനി ഫീ സഫഹതൈ അൽ ഉനുഖ്. അഞ്ചാമത്തത് യുൻദബുൽ അഖു ലിൽ വലദി മതാ, കുട്ടിയുടെ മേലില് അഖീഖ അറുക്കൽ സുന്നത്താകും എപ്പോൾ? കുട്ടിക്ക് സ്വയമായിട്ട് അഖീഖ അറുക്കൽ സുന്നത്താകും എപ്പോൾ? ബഅദൽ ബുലൂഗി, പ്രായപൂർത്തി എത്തിയതിനു ശേഷമാണ് അത് സുന്നത്താവുക. ആറാമത്തത് ഷർത്തുൽ ഉലുഹിയത്തി മാഹുവ, ഉലുഹിയത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? സലാമത്തുഹ, ആ മൃഗം രക്ഷപ്പെടലാണ്. മിൻ കുല്ലി ഐബിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും. എങ്ങനത്തെ ന്യൂനതയാണ്? യൻഖുസു ലഹ്മൻ, മാംസത്തെ ചുരുക്കിക്കളയുന്ന എല്ലാ പോരായ്മകളിൽ നിന്നും രക്ഷപ്പെട്ട മൃഗമായിരിക്കുക എന്നുള്ളത് ഷർത്താണ്. ഇനി അടുത്തത് ബയ്യിൻ, വിശദീകരിക്കാനാണ്. അൽ ഉലുഹിയത്തു, ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യുദ്ബഹു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല യൗമൽ ഈദിൽ അക്ബർ, ബലിപെരുന്നാളിന്റെ അന്ന് അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ അറുക്കപ്പെടുന്നതിനാണ് ഉലുഹിയത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബഖീഉൽ ഗർഖദ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് മഖ്ബറത്തു അഹ്ലിൽ മദീന, മദീനക്കാരുടെ മഖ്ബറയാണ് ബഖീഉൽ ഗർഖദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ലഫ്ളു ഇജാബത്തി തഅസിയ, തഅസിയത്തിന്റെ ലഫ്ള് ഏതാണ്? ലഫ്ളു ഇജാബത്തി തഅസിയ, ഒരാള് മരണ വീട്ടിൽ പോയിട്ട് തഅസിയത്ത് നടത്തിയാല് അതിന്റെ ഇജാബത്ത്, അതിന്റെ മറുപടി എങ്ങനെയാണ്? ജസാകല്ലാഹു ഖൈറൻ വ തഖബ്ബലല്ലാഹു മിൻക, ജസാകല്ലാഹു ഖൈറൻ വ തഖബ്ബലല്ലാഹു മിൻക എന്നാണ് ഇജാബത്ത്. ഇനി അഖല്ലുൽ ഖബർ, ഖബറിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപം ഏതാണ്? അത് ഹുഫറത്തുൻ, ഒരു കുഴിയാണ്. തംനഉ ളുഹൂറർ റായിഹതി വ നബ്ശ സിബാഅ്, ഈ സ്മെല്ല് പുറത്തേക്ക് അടിക്കാത്ത രൂപത്തിൽ, അതുപോലെ വന്യമൃഗങ്ങൾക്കൊന്നും മാന്തിയാല് കിട്ടാത്ത രൂപത്തിലുള്ള ഒരു കുഴിയാണ് ഖബറിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ഖബർ. ഇനി നദറു തബറുർ, എന്താണ് നദറു തബറുർ? നദർ എന്ന് പറഞ്ഞാൽ നേർച്ച. നമ്മള് ഈ നേർച്ച 2 വിധമുണ്ട് എന്നൊക്കെ പഠിച്ചിരുന്നു. നദറു തബറുർ ഉണ്ട്, അതുപോലെ നദറു ലജാജ് ഉണ്ട്. എന്താണ് ഈ നദറു തബറുർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മാ യുത്ലബു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കലാണ് അൽ ബിർറു, ഗുണം ഉദ്ദേശിക്കലാണ്. അതുപോലെ വത്തഖർറുബു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കുള്ള ഒരു അടുപ്പം ഉദ്ദേശിക്കലാണ്. ഇനി അടുത്തത് അൽ മരീഉ, എന്താണ് മരീഉ എന്ന് പറഞ്ഞാൽ? മജ്റത്ത് തആമി വശറാബി, ഭക്ഷണം അതുപോലെ വെള്ളമൊക്കെ ഒഴുകുന്ന അന്നനാളം, അതിനാണ് മരീഉ എന്ന് പറയുന്നത്. ഇനി അടുത്തത് തർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അത്തംറു അഫ്ളലു ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹന്നികു ഔലാദൽ അൻസാരി ബിത്തംർ, ഈത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. കാരണം അൻസാരിങ്ങളുടെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക കൊണ്ട് മധുരം നൽകിയിരുന്നു. ചെറിയ കുട്ടികൾക്ക് നമ്മൾ പ്രസവിച്ച ഉടനെ മധുരം നൽകാറുണ്ട്. ഏതാണ് ഏറ്റവും നല്ലത്? ഏതാണ് ഏറ്റവും നല്ലത്? ഈത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. ഇനി കമ്മിൽ പൂർത്തിയാക്കാനാണ്. വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലം. ഇനി അവസാനത്തത് കുതുബിൽ മാന, അർത്ഥം ഏതാനാണ്? സുലഹ്ഫാത്ത് എന്ന് പറഞ്ഞാൽ ആമ, താഊസ് മയില്, ളിഫ്ദ തവള, ജറബുൻ ചൊറിയുള്ളത്.
ഈ രൂപത്തിലാണ് 8ാം ക്ലാസ്സിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ ഉള്ളത്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.